Psalms 115 വാക്യങ്ങളായിട്ട് എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. വായിക്കാം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. തനിക്കുള്ളതൊക്കെയും ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, കൈകൊണ്ട് തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്ക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അടുത്ത് ചേർന്ന് വായിക്കാം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിപ്പിൻ. ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പാൽക്കാലം തിരുവചനവുമായി വീണ്ടും തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഉയരത്തിലെ കർത്താവ് അടിയങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ഈ ദുഷ്ടലോകത്ത് ഒരാഴ്ചയോടെ ഒരു ദിവസം കൂടെ പകൽ ദാനമായി തന്നതിനായി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് കേൾക്കപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം സങ്കീർത്തനം വായിച്ച് നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചിരിക്കുന്നു. ആ സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം മുഴുവനായി വായിച്ച് സമയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഇത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു പ്രാവശ്യം ഈ വചനമെടുത്ത് ശുശ്രൂഷിച്ചതാണ്. അതിൽ വിട്ടുപോയ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് ദിവസത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. കേൾക്കപ്പെട്ട സ്തോത്രം ഉണ്ടാക്കിയിട്ട് ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ എല്ലാ ആരംഭത്തിൽ ഇത് ആരെ എഴുതിയൊന്നും കാണുന്നില്ല. ദൈവാത്മാവിൽ പ്രേരിപ്പിക്കുന്ന ആരോഗ്യ ദൈവ സ്തോത്രം ദൈവനാമത്തിന് ഇന്ന് പാൽക്കാലം 17-ാം വാക്യം ഒന്ന് വായിച്ച് സഹകരിക്കുക. സ്തോത്രം. യഹോവരും മൗനതയിൽ ഇരിക്കുന്നവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. प्रभु के नाम की स्तुति और महिमा हो। परमेश्वर ने फिर एक और बार इस वचन के साथ लेकर आपके सम्मुख खड़े होने का और उससे बोलने का सौभाग्य दिया। पिछले दिनों कुछ बातें जो रह गई थी, मैं इस वचन से जो पढ़े गए भजन से कुछ बातों को जो पिछले समय मैंने बताया था उसमें जो रह गई थी उन बातों को मैं आपके सम्मुख रखूंगा। വചനം നമുക്കെല്ലാവർക്കും പരിചിതമാണ്, നമ്മൾ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. തിരുനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. ഇതിനെ മർമ്മങ്ങളെ ഗ്രഹിച്ച് ഗ്രഹിച്ച മർമ്മത്തിനൊത്തവണ്ണം ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. पढ़े हुए वचन से परमेश्वर हमें आशीष देने पाए और एक एक वचन जो है जो हम सुन रहे हैं या इसमें से जो कुछ भी मैं बताऊंगा या सुनेंगे हम लोग, वो सारी बातें हमारे दिल को छूने पाए और इस यात्रा में जो इस मुसीबत भरी यात्रा में जब हम चल रहे हैं परमेश्वर ये वचनों द्वारा हमें उसमें सहायता देने पाए। ഈ മരിച്ചവർ എന്നുള്ള വാക്ക് നമ്മൾ ആദ്യമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയാണ് കേൾക്കുന്നത്? जो मृतक हो गए या जिन्हें मृत्यु प्राप्त हुई है, ऐसा शब्द बाइबल में हम पहले कहाँ पढ़ते हैं, पहली बार कहाँ देखते हैं हम? ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 2:17 ആദ്യമായിട്ട് ബൈബിളിൽ മരണത്തെ കുറിച്ച് കേൾക്കുന്നത്. और उत्पत्ति 2 उसका 17 में पहली बार हम सुनते हैं मृत्यु के बारे में या मृतक के बारे में। എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. पर भले या बुरे के ज्ञान का जो वृक्ष है उसका फल तू कभी ना खाना, क्योंकि जिस दिन तू उसका फल खाए उसी दिन अवश्य मर जाएगा। നമ്മൾ ഈ വായിച്ച് കേട്ടത് വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് മരണത്തെ കുറിച്ച് എഴുതിയ വാക്യമാണ് വായിച്ചത്. और बाइबल में पहली बार जहाँ मृत्यु के विषय में लिखा उस वचन को हमने यहाँ पे पढ़ा। ഈ ബൈബിൾ വാക്യം 2 രീതിയിലും അർത്ഥമാക്കുന്ന വിശ്വാസികളും ക്രിസ്ത്യാനികളും ലോകത്തിലുണ്ട്. और इस बाइबल के इस अर्थ को 2 अलग अलग तरीकों से इसका मतलब निकालने वाले मसीह लोग भी हैं। ന്യായമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് മരിച്ചവര് മൗനതയില്ല, അവർ സംസാരിക്കത്തില്ല. പിന്നെ
और अगर सही रूप से देखा जाए, जिनकी मृत्यु हो चुकी वो मौन है, वो बोल नहीं सकते। എന്നാൽ സാമുദായിക ക്രിസ്ത്യാനികള് മരിച്ചവരെയും സ്തുതിക്കുന്നവരാണ്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, മരിച്ചുപോയവർക്ക് മധ്യസ്ഥത കണക്ക് പ്രാർത്ഥിക്കുന്നവരാണ്. और कुछ ऐसे भी मसीह हैं जो जिनकी मृत्यु हो गई उनके लिए भी प्रार्थना करते हैं, जो हमारे बीच से चले गए उनके लिए मध्यस्थी की प्रार्थना भी करते हैं। ആ വിഷയത്തിലോട്ട് ഞാൻ പോകുന്നില്ല. उस विषय की ओर मैं नहीं जाऊंगा। നമ്മൾ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾക്ക് മരിച്ചവരുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്തവരാണ്. हम जो छुटकारा पाए हुए लोग हैं, हमें जिनकी मृत्यु हो चुकी है उनसे कोई संबंध नहीं। അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നതായ നമ്മള് എങ്ങനെ മരിച്ചവരായിത്തീരും? और जो हम अभी जीवित हैं, हम किस प्रकार हमारी मृत्यु होगी? ആരാണ് മരിച്ചത്? എന്താണ് മരണം? कौन है जिसकी मृत्यु हुई और मृत्यु क्या चीज है? അതിന് ആധാരമായി വായിച്ച വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 2:17. और उसका जो आधार एक जो वचन है उसको हमने उत्पत्ति 2 उसके 17 में पढ़ा। ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. അതിൽ വായിക്കുന്ന യഹോവയായ ദൈവം ആദത്തിനോടും ഹവ്വയോടും കൽപ്പിച്ചതാണ്, ഈ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. और इसी विषय को जानते हुए प्रभु ने आदम और हव्वा से कहा था, इस वृक्ष के फल को ना खाना, जिस दिन तुम खाओगे उस दिन तुम्हारी मृत्यु हो जाएगी। അത് അക്ഷരീയമായി ശരിയാണോ ആ വാക്യം? और अगर देखा जाए तो क्या प्रायोगिक रूप से वो सही है? क्या वो शब्द? ആദം ഹവ്വ മരിച്ചുപോയോ? क्या आदम और हव्वा की मृत्यु हुई? അവർ അത് കഴിഞ്ഞും 900-ലധികം വർഷങ്ങൾ ജീവിച്ചിരുന്നു. और उसके बावजूद भी वो कई वर्षों तक, कई 100 वर्षों तक वो जीवित रहे। പിന്നെ എങ്ങനെയാ മരിച്ചത്? फिर वो उनकी मृत्यु कैसे हुई? അതിനാ വേദപുസ്തകത്തിൽ അടിസ്ഥാനത്തിൽ യഥാർത്ഥ മരണം ഈ പറയപ്പെടുന്ന വാക്യമാണ് സത്യം. और पवित्र शास्त्र के हिसाब से देखा जाए तो ये जो मृत्यु के जिस विषय में यहाँ लिखा गया वही है याद सही रूप की मृत्यु। ഈ ലോകത്ത് ആദ്യം ഞാൻ ആദം എങ്ങനെ മരിച്ചെന്ന് പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നു. और पहले मैं आपको बताऊं कि आदम की मृत्यु किस प्रकार हुई, उसके बाद की बातों को मैं आपके सामने रखूंगा। സാത്താൻ പാമ്പിന്റെ രൂപം പൂണ്ട് ഏദൻ തോട്ടത്തിൽ വന്ന് ആ വൃക്ഷഫലം കാണിച്ചു കൊടുത്ത് ഹവ്വയെ കൊണ്ട് ആദ്യം തീറ്റിച്ചു. और जो सांप था वो पहले उस वाटिका में आता है और हव्वा से वो पाप कराता है उस फल को दिखा के। അത് ആദത്തിനും കൊടുത്തു, ആദവും തിന്നു. और आदम को भी दिया और आदम ने भी उसे खाया। അവര് മരിച്ചില്ല. उनकी मृत्यु नहीं हुई। എന്നാൽ പതിവ് പോലെ അന്ന് വൈകിട്ടും യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നു. लेकिन हमेशा रोजानुसार प्रभु जो है वो उस वाटिका में अपने नियमित रूप से आते हैं। അതിന് തലേദിവസം വരെയും യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ അവര് സഹകരണമുള്ളവരായിരുന്നു, സ്നേഹമുള്ളവരായിരുന്നു, കൂട്ടുകാരെ പോലായിരുന്നു. और उससे पहले, उसके एक दिन पहले तक जब भी प्रभु आते थे वहां पे, वो एक दूसरे के साथ मेल मिलाप रखते थे, एक दोस्तों की तरह व्यवहार और एक संबंध था उनका। അത് ആ പഴം തിന്നുന്ന ആ ദിവസം അതിന്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നു. और उस फल को खाने के एक दिन पहले तक वो संबंध था उनके बीच में। ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്നാൽ അന്നത്തെ ദിവസം യഹോവയായ ദൈവം സായംകാലം ഏദൻ തോട്ടത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. लेकिन उस दिन प्रभु जो है अपने नियमित रूप से जैसे उस वाटिका में आते थे वो आए। വന്ന് ആദമേ ആദമേ എന്ന് യഹോവയായ ദൈവം വിളിച്ചു. और हे आदम करके उन्होंने इस प्रकार पुकारा। ആദത്തിനെ അവിടെ ഒന്നും കണ്ടില്ല. और आदम वहां पे कहीं पे भी दिखाई नहीं दिया। ആദത്തിന് ആദ്യമായി ജീവിതത്തിൽ ഭയമുണ്ടായി. और आदम के जीवन में पहली बार वो भय आया। അവന് നാണമുണ്ടായി. और उसको वो लज्जा सी हुई। തലേ ദിവസം വരെ സ്വന്തം അപ്പനെ പോലെ കൂട്ടുകാരുന്ന യഹോവയുടെ സന്നിധിയിൽ വരുവാൻ അവൻ ഭയപ്പെട്ടു. और वो एक दिन पहले उस ईश्वर के साथ अपने स्वयं पिता के समान उनके साथ वो रहा। ആ ദൈവമായിട്ടുള്ള ബന്ധം അവന് മുറിച്ചു മാറ്റപ്പെട്ടു. और प्रभु के साथ का वो जो बंधन है वो टूट गया। ഇതാണ് ആ യഹോവയായിട്ടുള്ള ബന്ധം, കൂട്ടായ്മ ഇല്ലാതായതാണ് യഥാർത്ഥമായ മരണം. और यही है वो सही मृत्यु, जब हमारा परमेश्वर के साथ का संबंध टूट जाता है। നമ്മൾ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ് ദൈവവുമായിട്ടുള്ള സംബന്ധം, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ദൈവവുമായിട്ടുള്ള ആരാധന. ഇത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മരിച്ചവരായിത്തീരുന്നു. और मसीह में सही रूप से इसी बात को समझना है कि जब हमारा परमेश्वर के साथ का संबंध, उसके आराधना के साथ का संबंध और ये सारी बातें जब हमसे छूट जाती, तब हमारी जो है वो मृत्यु हो जाती है। ഈ മരിക്കത്തക്കനുള്ള പാപം നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദം ചെയ്തോ? क्या हम एक बार अपनी बात सोच के देखें कि ऐसे मृत्यु के
मृत्यु जितना पाप क्या आदम ने किया? ഇത്ര വലിയ പാപമാണോ ഒരു ചെറിയ അനുസരണക്കേട്? क्या इतना बड़ा एक पाप है जरा छोटी सी एक अनाज्ञाकारिता? ദൈവസനിൽ ചെറുതൊന്നോ വലുതൊന്നോ ഇല്ല. ദൈവകൽപ്പന വിടുന്ന എന്ത് ലംഘിച്ചാലും അത് പാപമാണ്. और परमेश्वर के सामने कोई छोटा या बड़ा नहीं, उसके सामने जो भी उसकी आज्ञा का उल्लंघन करता है वो पाप है। ആ അനുസരണക്കേടിനാൽ ഏദൻ തോട്ടത്തിലുണ്ടായ പാപം മൂലം ആ മരണം അവിടെ സംഭവിച്ചിരിക്കുകയാണ്. और उसके विषय में अगर हम देखा जाए तो फिर जो उसका जो उल्लंघन हुआ अदन की वाटिका में वही पाप हुआ। എന്നാൽ നമ്മൾ ഇന്ന് പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് ഈ മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? क्या हम जो अभी नए विश्वासी हैं, क्या हमारे जीवन में भी इस प्रकार की मृत्यु होती है? നമ്മൾ തന്നെ നമ്മുടെ ജീവിത ശൈലികളെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും എത്രത്തോളം പ്രാഗൽഭ്യത്തോടെ പറയാൻ നോക്കും ഞാൻ മരിച്ചവനല്ല ജീവനുള്ള ദേഹിയോടുകൂടി ജീവിക്കുന്നവന്. हम में से कितने लोग प्रायोगिक रूप से अपने निजी जीवन को देख के कह सकते हैं कि नहीं, मेरी मृत्यु नहीं हुई और मैं मसीह में अभी भी जीवित हूँ? ആ വിഷയത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കും അത് സഹിക്കാനൊക്കത്തില്ല. നമ്മൾ ഓരോരുത്തരും ആ ദൈവവചന അടിസ്ഥാനത്തിൽ മരിച്ചവർ തന്നെയാണ്. और उसके सही रूप में यदि हम अपने आप को जांचे तो हमें बहुत दुख होगा कि हम सही रूप से देखा जाए तो मसीह में हम मर चुके हैं। എന്നാ പിന്നെ എന്താ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന യഥാർത്ഥ മരണം എന്തുവാണ്? और फिर इस संसार में जो हम एक मृत्यु को देखते फिर वो क्या है? എന്തുവാ മരണം? പനി വന്നാൽ മരിക്കുമോ? ഒരു ആക്സിഡന്റ് വന്നാൽ മരിക്കുമോ? ടി ബി വന്നാൽ മരിക്കുമോ? ക്യാൻസർ വന്നാൽ മരിക്കുമോ? बुखार आता है तो हमारी मृत्यु हो जाती है क्या? एक्सीडेंट में क्या हमारी मृत्यु होती है? या टीबी और इस प्रकार की बीमारी से क्या हमारी मृत्यु होती है? ഇന്നത്തെ കാലത്ത് ഭയബഹുലമായ ഈ കൊറോണ വന്നാൽ മരിക്കുമോ? इस वक्त इस दौर पे जो ये कोरोना चल रहा है क्या इससे हमारी मृत्यु हो जाती है? ഞാൻ പറയുന്നു ഇതൊന്നും മരണത്തിന് കാരണമല്ല. मैं कहता हूँ ये सारी बातें जो है मृत्यु का कारण नहीं है। എന്താണ് മരണം? फिर मृत्यु क्या है? വചനാടിസ്ഥാനത്തിൽ നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 11:25. यूहन्ना 11:20 ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒന്നുകൂടെ വായിക്കാം. 14 പുസ്തകം യോഹന്നാൻ 14. യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. വായിക്കാം. 11:25, 11:25, 14:6. यीशु ने उससे कहा, पुनरुत्थान और जीवन मैं ही हूँ। जो कोई मुझ पर विश्वास करता है वह यदि मर भी जाए तो भी जिएगा। 14. सो जब उसने सुना कि वह बीमार है तो जिस स्थान पर वह था वहां 2 दिन और ठहर गया। വായിച്ചു കേട്ടല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 11:25 വായിക്കുന്നു, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. और उसके 11:20 में हम देख सकते हैं कि मैं ही जीवन हूँ। 14:6 വായിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. और यूहन्ना 14 उसके 6 में हम पढ़ते हैं कि मैं ही मार्ग और सत्य हूँ। ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? और इससे हमने क्या समझा? ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം ആദത്തിൽ നിന്ന് അകന്നു പോയപോലെ പുതിയ നിയമവിശ്വാസികളായ നാം ഓരോരുത്തരും യേശുവാകുന്ന ജീവൻ നമ്മളിൽ ഇല്ല എങ്കിൽ, അല്ല യേശുവാകുന്ന ബന്ധം നമ്മളിൽ ഇല്ല എങ്കിൽ, ആ യേശുവോടുള്ള കൂട്ടായ്മ നമ്മളില്ല എങ്കിൽ നമ്മൾ യേശു ഇല്ലാത്തവരാണ്. और इस बात से हम समझ सकते हैं जैसे पुराने में आदम की मृत्यु हुई उस विश्वास में, उसी प्रकार ये नए नियम के हम जो विश्वासी हैं यदि हमारा परमेश्वर के साथ संबंध नहीं रह जाता है तो हमारी भी उसी प्रकार एक मृत्यु हो जाती है। ഞാൻ നേരത്തെ വായിച്ച പോലെ പനി വന്നാൽ മരിക്കത്തില്ല, കൊറോണ വന്നാൽ മരിക്കത്തില്ല, ആക്സിഡന്റ് ആയാൽ മരിക്കത്തില്ല, ജീവൻ പോയാൽ മരിക്കും. और जिस प्रकार मैंने पहले बताया कि कोरोना से मृत्यु नहीं होती है, बुखार से या फिर किसी प्रकार के एक्सीडेंट से हमारी मृत्यु नहीं होती, लेकिन हमारा जब जीवन चला जाता है तो हमारी मृत्यु हो जाती है। സജീവനായ ക്രിസ്തുവിനെ നമ്മളിൽ നിന്നും അകറ്റാതെ വണ്ണം ഈ മരുപ്രയാണ യാത്രയിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വമാണ്. हमारे जीवन से प्रभु यीशु मसीह अलग ना हो जाए, इस यात्रा में हमारा सबसे बड़ा दायित्व है कि वो होने ना पाए। ആ യേശു കർത്താവ് നമ്മളിൽ നിന്ന് അകലാതെ ഈ നമുക്ക് തരുന്ന ആയുഷ്കാലം ജീവിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും നമുക്ക് തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. और इस संसार में रहते हुए पूर्ण रीति से हमें जीवित रहने का अधिकार और जो स्वतंत्रता है परमेश्वर ने हमें दिया है। അതിനെ അപ്പൻ മക്കളോട് കടപ്പെട്ടിട്ടില്ല, മക്കൾ അപ്പന്മാരോട് കടപ്പെട്ടിട്ടില്ല, പാസ്റ്റർമാര് സഭാവിശ്വാസികളോട് കടപ്പാടില്ല, മേലധ്യസ്ഥന്മാർ ആരും അവരോട് കടപ്പാടില്ല. ഇത് സ്വന്തമായി തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തമാണ്.
जो माता पिता का अपने बच्चों से या बच्चों का माता पिता से, पासवान का कलीसिया से और इस प्रकार से किसी की भी ये दायित्व नहीं, लेकिन हमारे स्वयं का दायित्व है ये। നമ്മൾ വായിച്ചു കേട്ടു, ജീവൻ എന്താണ്, മരണം എന്താണ്, ഈ ലോകത്തിലെ മരണം എന്താണ്, ഈ രണ്ട് വിഷയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. हमने अभी सीखा कि जीवन क्या है और मृत्यु क्या है, संसार में जो मृत्यु है वो क्या है, ये सारी बातों को हमने सीखा। പറഞ്ഞതിന്റെ സാരം, ആരാണ് മരിച്ചവർ, എന്താണ് മരണം, ഇത് രണ്ട് കാര്യം നമ്മളെ സാമാന്യ അല്പ സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. और थोड़े से समय हमने समझ लिया कि क्या है मृत्यु और कैसी है मृत्यु करके इसके विषय में। ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. परमेश्वर के नाम की स्तुति हो। അടുത്തതായിട്ട് നമ്മൾ ഈ ലോകത്തിൽ യേശുവില്ലാതെ ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ചവരാണോ അല്ലയോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. और उसके बाद में दूसरी बात, हमें अपने आप को जांचना है, क्या मसीह के बिना हमने मृत्यु की ठान ली है इस संसार में रहते हुए। ഈ ജീവൻ കർത്താവിന്റെ വരവ് വരെയും അല്ല കർത്താവ് നമ്മളെ ചേർക്കാൻ വരും വരെയും നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചു പോകാം. और मसीह के आने तक या फिर जब तक हम इस संसार में रहते हैं तब तक क्या जीवन हमारे साथ रहेगा, ये बात हमें सोचना है। ഈ ഒരു മനുഷ്യ ജീവിതത്തിലെ ജീവിതം മൂന്ന് അവസ്ഥകളായിട്ടുണ്ട്. मानुषिक जीवन में के विषय में जब जीवन को देखते हैं तो 3 अवस्थाओं में बांटा गया है। നമ്മളെല്ലാവരും ജന്മദിനം അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ലേലും ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. हम भले ही अपने जन्मदिन को ना मनाए लेकिन उसको याद करते हुए प्रार्थना जरूर करते हैं। നമ്മുടെ ജന്മദിനം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് ജനിച്ച ദിവസമാണോ ജന്മദിനം? क्या हम जिस दिन हमारा जन्म हुआ सही में क्या वो हमारा जन्मदिन है? ഉദാഹരണത്തിന് ഞാൻ ഏപ്രിൽ 25-ാം തീയതി ജനിച്ചത്. ഏപ്രിൽ 24-ാം തീയതി ഞാൻ എനിക്ക് ജീവനില്ലായിരുന്നു. ये मान के चलिए कि मेरा जन्म जो है वो अप्रैल 25 को हुआ, क्या 24 अप्रैल को क्या मेरे अंदर जीवन नहीं था? ഇത് കഴിഞ്ഞ 9 മാസമായിട്ട് ഒരു ലോകത്ത് ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. और उसके पहले और लगभग 9 महीने तक मैं एक जीवन के साथ में जी रहा था। ആയുർവേദ വിധി പ്രകാരം ഒരു മനുഷ്യ ജന്മത്തിന് ഒരു അമ്മയുടെ ഉദരത്തില് 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക എന്നൊരു സമയം കുറിച്ചിട്ടുണ്ട്. और उसके शास्त्र में लगभग माता के गर्भ में जो 9 वर्ष 9 काल इस प्रकार से जीवन के उस चक्र को बांटा गया है। ഈ ജീവിതകാലം ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും നിശ്ചിത ദിവസങ്ങളാണ്. और ये जो समय है वो हमारे जीवन का एक निश्चित समय या निश्चित एक समय जो दिया गया है। ഈ സമയം മുമ്പോട്ട് ഒരിക്കലും പോകത്തില്ല. എന്നാൽ പലരും പുറമോട്ട് വന്ന് ജന്മം നടക്കാറുണ്ട്. और ये जो समय है वो आगे नहीं बढ़ सकता, लेकिन उससे पहले को हम देख सकते हैं कि कुछ लोगों का जन्म हो जाता है। ഈ ക്ലിപ്ത ദിവസം ലോകത്തിൽ മനുഷ്യനായി ജനിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. और ये समय उसके सही समय पे जिस जन्म होना ये सबके लिए निश्चित है। സങ്കീർത്തനരചയിതാവായ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ മുതലേ നീ എന്നെ അറിയുന്നു. और दाऊद इस प्रकार कहता है कि माता के गर्भ से तू मुझे जानता है। അതിന് കാരണമായ മാതാവിന് ഇതറിയുന്നില്ല, കാരണഭൂതനായ പിതാവിനും ഇതറിയുന്നില്ല ഈ ദിവസം ഏതാണെന്ന്. और ये माता और पिता दोनों को नहीं पता कि ये अवस्था क्या है। യഥാർത്ഥത്തിൽ ജന്മദിവസം ആ അമ്മയുടെ ഉദരത്തിൽ ആ അണു ഉരുവാകുന്ന ദിവസമാണ് ജന്മദിവസം. और उस माता के गर्भ में आने वाले उस दिन से ही आपका जन्म हो जाता है। അത് നമ്മൾ അറിയാതെ ഈ ലോകത്തിലേക്ക് നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ദിവസത്തെയാണ് നമ്മൾ ജന്മദിനമായി കൊണ്ടാടുന്നത്. और उस गर्भ से जिस दिन हमारे जन्म होता है या फिर हम इस संसार में आते हैं उस दिन हम यथार्थ रूप से हमारे जन्मदिन को मनाते हैं। 3 അവസ്ഥയുണ്ടെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. ഗർഭസ്ഥ ലോകം, ഭൗമിക ലോകം, ആത്മീക ലോകം, ഈ 3 അവസ്ഥയിൽ കൂടെ ഒരു മനുഷ്യൻ കടന്നു പോയേ ഒക്കത്തുള്ളൂ. और 3 अवस्थाओं को जैसे गर्भ अवस्था, इस भौतिक अवस्था और फिर उस जीवन की अवस्था से जैसे 3 है मैंने बताया आपको। ഈ അവസ്ഥയിൽ ആ നിശ്ചിത സമയം അമ്മയുടെ ഉദരത്തിൽ ഇഷ്ടമില്ലാതെ അവിടെ കിടന്ന് ഹല്ലേലൂയ എല്ലാവർക്കും ഉള്ള ഒരു ലോകമാണ് അവിടെ. AC റൂം പോലെ അതിലും സുരക്ഷിതമായ ഒരു ലോകത്താണ് നമ്മൾ ആ 9 മാസം 9 ദിവസം കിടന്നത്. जो 9 महीने हम उस माता के गर्भ में रहते हैं, सब बातों से बाहर से अनजान सुरक्षित एक उस अवस्था में हम लोग उस माता के गर्भ में रहते हैं। ഇതിനു വേണ്ടിയിട്ടാണ് അടുത്ത ഭൗമലോകത്തിലേക്കുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് ആ ഗർഭസ്ഥ ലോകം നമ്മളെ അവിടെ ആക്കിയിരിക്കുന്നത്. और इस भूमि के जीवन में आने के लिए उस तैयारी को हम उस 9 महीने के अंदर वहां पे पूरा करते हैं। അതിന് ഓരോ ദിവസവും ഓരോ മാസങ്ങളും ഓരോ അവയവങ്ങളായി ഉണ്ടായി എടുത്ത് പൂർണ്ണതയാവുമ്പോൾ അടുത്ത ലോകത്തിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്.
अणु बाय अणु जब हम एक एक करके अपने उस पूर्णता में पहुंचते हैं, तब हम 9 महीने के बाद इस संसार में आते हैं। ഈ ലോകത്തിൽ വന്നതിന് ശേഷം ആ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നു. और इस संसार में आने के बाद वो पूर्णतः जो हमारा उत्तरदायित्व हमारे ऊपर आ जाता है। ഈ ലോക യാത്രയിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഉപദേശങ്ങൾ നൽകിത്തന്ന് നമുക്ക് പക്വതയും പ്രായവും ആവുമ്പോൾ അതനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ തന്നെ ആക്കിയിരിക്കുകയാണ്. और माता पिता हमें बचपन से लेके सिखाते हैं किस प्रकार से मसीही जीवन जीना है और व्यतीत करना है, और उस प्रकार के सारे उत्तरदायित्व हमें बताते हैं। ഈ ഭൗമലോക ജീവിതത്തിന് ദൈവകമായ കർത്താവിന് യാതൊരു ഉത്തരവാദിത്വം നമ്മളെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ വിട്ടിരിക്കുകയാണ്. और परमेश्वर ने इस भौतिक संसार में हमें पूर्ण स्वतंत्रता के साथ हमें छोड़ दिया है। അവിടെ നമുക്ക് രണ്ട് വഴിയുണ്ട് ജീവിക്കാൻ. और वहां पे हमारे पास दो मार्ग है जीने के लिए। ഒന്ന് നമ്മുടെ കർത്താവായ ജീവനായ യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം. एक मसीह के साथ जुड़े रहते हुए व्यतीत करने वाला जीवन। രണ്ടാമത് ക്രിസ്തുവില്ലാത്ത മരിച്ചവനായി പിശാചിനോട് ചേർന്നുള്ള ജീവിതം. और दूसरा मसीह के बिना मरे हुए मरुओं के समान और शैतान के साथ रहते हुए जीना। ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇത് രണ്ടും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുക്കാവുന്ന പാതകളാണ്. और ये दोनों बातें जो है हमें स्वतंत्रता दी गई है कि उसे चुन के हम जिए। ഒരു തരത്തിൽ നിങ്ങൾ പറയാം, ദൈവത്തിന് ഒന്നും കഴിവില്ലേ, ദൈവം അങ്ങനെ ദൈവത്തിന് വേണ്ടി മാത്രം മാറ്റപ്പെട്ടവനെങ്കിൽ ദൈവം ഒരു റിമോട്ട് പോലെ നമ്മളെ ആക്കി വെച്ചാൽ മതി. और ऐसा हम बोल सकते हैं कि जब परमेश्वर ने हमें अलग कर दिया तो परमेश्वर एक रिमोट की तरह हमें भी तो कंट्रोल करके रख सकता है। നമ്മൾ അരുതാത്ത ഒരു പാതയിലും നടക്കത്തില്ല. എപ്പോഴും കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരായി കർത്താവ് സൃഷ്ടിച്ചപ്പോഴേ കർത്താവിന് അങ്ങനെ ചെയ്യാമായിരുന്നു. फिर हम बिना किसी गलत मार्गों में जाए हुए सिर्फ मसीह के साथ हम रह सकते, और चाहे तो प्रभु ऐसा कर सकता था। എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മനുഷ്യന് അവന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അധികാരത്തോടു കൂടിയാണ് നമ്മളെ ഓരോരുത്തരും ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. लेकिन इसके विपरीत परमेश्वर ने हमें पूर्ण स्वतंत्रता के साथ इस संसार में भेजा कि हम अपने इच्छा अनुसार जिए। ഈ ഭൗമലോക ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് വേണ്ടത്? और ये जो भौतिक या फिर इस भूमि पे जो हम रहते हैं उसको वो जो जीवन है वो किस बात की तैयारी है? ഈ തയ്യാറിയാണ് മൂന്നാമത്തെ അവസ്ഥയിലേക്ക് ആത്മലോകത്തിലേക്കുള്ള യാത്രയുടെ ഒരുക്കമാണ് ഇവിടെ നടക്കേണ്ടത്. और आत्मिक जीवन जो तीसरा हमारा चरण है या तीसरी अवस्था है, उस बात की तैयारी का जो समय है वो इस भूमि में हमारा जीवन है। അതിന് ആധാരമായി നമുക്ക് വിശുദ്ധ വേദപുസ്തകം നൽകി തന്നിട്ടുണ്ട്. और उसको आधार बनाते हुए परमेश्वर ने अपना पवित्र शास्त्र हमें दिया है। ആ വേദപുസ്തകം വിശ്വസിച്ച് അതിന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് യേശുക്രിസ്തുവിനോട് ചേർന്ന് നടപ്പാൻ ഓരോരുത്തരെയും നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. और उसके बातों को, जो परमेश्वर के उस वचनों को या फिर जो आज्ञा हमें दी है उनको पालन करते हुए, उनका आज्ञा मानते हुए परमेश्वर जीने के लिए हमारी सहायता ഈ करे। യാത്രയിലാണ് നമ്മൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കേണ്ടതും ദൈവവചനം വിശുദ്ധമായി കൊണ്ട് ആചരിക്കേണ്ടതും ആയിരിക്കുന്നു. और इसी अवस्था में परमेश्वर की उन बातों को मानते हुए वचन के अनुसार चलने का एक समय है, ये वाला समय। ഈ വഴിയാത്രയിൽ നമ്മൾ ഏത് രീതിയിൽ ജീവിക്കുന്നോ അതനുസരിച്ചുള്ള ആത്മീയ ലോകത്തേക്കുള്ള വഴി നമുക്ക് തുറന്നു കിട്ടുന്നതാണ്. और इस संसार में रहते हुए जिस प्रकार हम जीते हैं उसी प्रकार का आत्मिक जो अवस्था, तीसरी अवस्था, उसका मार्ग हमारे लिए खुलता है। ഈ ആത്മീയത്തിലേക്കുള്ള ഒരുക്കം ദൈവം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് കാരണമാക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന ശക്തി നമ്മളിൽ തന്നിട്ടുണ്ട്. और वो यात्रा हमारे अनुग्रहित हो, इसलिए एक पवित्र आत्मा जो शक्ति है वो हमें परमेश्वर ने अपने साथ में दी है। കർത്താവിനറിയാം നമ്മൾ ബലഹീന പാത്രമാണ്, നമ്മൾക്ക് ഒറ്റയ്ക്ക് ഈ യാത്രയിൽ തുഴയാൻ പറ്റത്തില്ല. प्रभु जानता था कि हम एक जो है वो कमजोर पात्र हैं और अकेले इस यात्रा में हम नहीं उसमें जी सकते या जा पाएंगे। കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി ഞാൻ പോയി ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കുമെന്ന് പറഞ്ഞത്. और इसीलिए स्वर्गारोहण के समय में परमेश्वर ने कहा था मैं जाऊंगा और अपने उसको साथी को भेजूंगा। ആ പരിശുദ്ധാത്മ ശക്തിയോട് ആർജിച്ചുകൊണ്ട് ഈ ഭൗമലോക ജീവിതം ഹല്ലേലൂയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. और या पवित्र आत्मा के साथ रहते हुए उसके साथ जीने के लिए हम परमेश्वर हमारी सहायता करने पाए। അത് നമ്മൾ ഈ ലോക ജീവിതത്തിലെ നമ്മൾ തയ്യാറായി, നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് പോകാൻ തയ്യാറാക്കിയിരിക്കുന്നു. और इसी बात के लिए आत्मिक उस अवस्था में या आत्मिक उस संसार में जाने के लिए परमेश्वर ने हमें तैयार किया है। ദൈവം നോക്കിയപ്പം നമ്മുടെ പൂർണ്ണതയായി എന്ന് കണ്ടപ്പോൾ നമ്മളെ അവനിലേക്ക് ചേർക്കാൻ തക്കവണ്ണം കർത്താവ് ദിവസം നിശ്ചയിച്ചു. और जब उसने देखा कि हम अब पूरी तरह तैयार हो गए हैं तो एक दिन निश्चित किया कि ताकि हम उसके साथ जाके जुड़ जाएं।
ആ അവസ്ഥയ്ക്കാണ് നമ്മൾ ഈ ലോകത്തിൽ അക്ഷരികമായി മരണമെന്ന് വിശേഷിപ്പിക്കുന്നത്. और उस अवस्था को सांसारिक रूप में या भाषा में हम मृत्यु कहते हैं. സത്യത്തിൽ അത് മരണമല്ല, ഭൗമിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തേക്കുള്ള ഒരു ചേഞ്ചിങ് ആണ്, ഒരു താമസം മാറ്റമാണ് ഉണ്ടായത്. और वास्तव में वो हमारी मृत्यु नहीं, लेकिन दूसरे उस आत्मिक संसार में हमारा जो है वो स्थानांतरण हुआ या फिर हम वहां के लिए चले गए. ഞാൻ ഇന്ന് മരിച്ചു, പബ്ലിക് പറയും ചാക്കോ മരിച്ചു. और मान लीजिए आज मेरी मृत्यु जाती है और वो सामूहिक रूप से कहा जाएगा कि उनकी मृत्यु हो गई है. അത് കഴിഞ്ഞുള്ള ശുശ്രൂഷ എന്തുവാണ്? ആ ചാക്കോയെ കൊണ്ടല്ല അടക്കുന്നത്, ചാക്കോയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നാണ് അടക്കുന്നത്. और उस समय पे मेरे को ले आके वहां पे नहीं गाड़ा जाएगा, परंतु मेरे शरीर को ले आके वहां पे गाड़ दिया जाएगा. ഇന്നത്തെ കാലത്താണ് ആ ജീവൻ ആ സ്ഥാനം ചേഞ്ചിങ്ങിന്റെ ദിവസം തന്നെ അടക്കപ്പെടുന്നില്ല. ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞാൽ ചിലപ്പം കൊണ്ട് അടക്കാൻ പോകുന്നത്. हो सकता है कि जिस दिन मेरी मृत्यु हो उसी दिन ना मेरे को गाड़ा जाए, बट उसके एक हफ्ते बाद या कुछ समय के बाद मुझे गाड़ दिया जाए. ആ മരിക്കുന്ന നിമിഷം തന്നെ നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. लेकिन जिस दिन या जिस वक्त हमारी मृत्यु होती है, हमारी आत्मा जो है वो शरीर छोड़ देती है. അവിടെ വെച്ച് ചാക്കോ പോയി. और उस वक्त जो है मैं वहां से चला जाता हूँ. അത് ഭൗമലോകത്തിൽ ആത്മീയ ലോകത്തിൽ കർത്താവിന്റെ അടുക്കലാണോ, പാതാളത്തിലാണോ, പർദീസയിലാണോ, പാതാളത്തിലാണോ എന്ന് നമ്മുടെ പ്രവൃത്തിയാണ് ദൈവം തീരുമാനിക്കുന്നത്. जो हमारे कार्य, जो हमारे कर्म है, वो इस बात को निश्चित करते हैं कि हम उस परदीसा में जाते हैं या फिर किसी और दूसरी जगह पे जहाँ पे परमेश्वर निश्चित किया वहां जाते हैं. പുതിയ നിയമ വിശ്വാസ ലോകത്ത് കർത്താവിനെ അനുസരിച്ചുകൊണ്ട് नए नियम के विश्वासी अपने जो परमेश्वर की उस बात को मानते हुए കർത്താവിന്റെ അടുത്ത് ആദ്യമായി പോയതാരാ? और परमेश्वर के पास जो सबसे पहले कौन गया? പുതിയ നിയമ വിശ്വാസ പ്രകാരം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിനോട് ചേർന്നതാരാ? और नए नियम के विश्वास के अनुसार या परमेश्वर की उस आज्ञा के अनुसार सबसे पहले कौन परमेश्वर से जाके मिला? നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ അധ്യായത്തിൽ 6:3 ഒന്ന് വായിക്കേ. रोमियो 6:3. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ അത്രേ. क्या तुम नहीं जानते कि हम जितनों ने मसीह यीशु का बपतिस्मा लिया तो उसकी मृत्यु का बपतिस्मा लिया? 6:23 വായിച്ചേ. 23 भी. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ അത്രേ. 6:3 6:3. क्या तुम नहीं जानते कि हम जितनों ने मसीह यीशु का बपतिस्मा लिया तो उसी की मृत्यु का बपतिस्मा लिया? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. കേൾപ്പിച്ചത് ആദ്യമായിട്ട് കർത്താവിനോട് ചേർന്ന് പർദീസയിൽ പോയി ആരാണെന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. और ये बात इसलिए बताया कि कौन जो परमेश्वर के साथ परदीसा में पहले मिला लिया गया. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് പറയുന്നു. ക്രൂശിലെ കള്ളനാണ് ആദ്യമായിട്ട് കർത്താവിനോട് ചെന്ന് പർദീസയിൽ ചെന്നത്. और क्रूस में जो वो जो चोर या जो डाकू था, वो था सबसे पहले परमेश्वर के साथ उस परदीसा में जो गया. അപ്പൊ അക്ഷരീയമായ ഒരു ചോദിക്കും, ആ കർത്താവിന്റെ കൽപ്പന കള്ളൻ അനുസരിച്ചോന്ന്. और फिर आप पूछेंगे कि क्या परमेश्वर की उन आज्ञाओं को उस चोर ने माना था? നമ്മൾ റോമർക്ക് എഴുതിയ പുസ്തകം വായിച്ച പ്രകാരം കർത്താവിനെ രക്ഷിതാവായി ആ ഒരു കള്ളൻ അംഗീകരിച്ചു. അവന്റെ മരണത്തോട് സ്നാനം, നമ്മള് കർത്താവിനോട് മരിക്കാൻ ഒക്കാത്ത കൊണ്ട് നമുക്കിപ്പോ കർത്താവ് 2000 വർഷം മുമ്പ് മരിച്ചതാ, നമ്മൾ ജനിച്ചിട്ടില്ല. അത് ഒക്കാത്ത കൊണ്ട് അന്നും കർത്താവിനോട് ചേർന്ന് മരിച്ച കള്ളന് ഒരു സ്നാനത്തിന്റെ ആവശ്യമില്ല. മരണത്തോടെ ഏകീഭവിക്കാനാ മരണം. और जो वो उस क्रूस में जब वो परमेश्वर प्रभु यीशु मसीह से उसकी मृत्यु हुई, परमेश्वर प्रभु यीशु मसीह भले ही 2000 साल पहले आया, हम उस वक्त नहीं थे, लेकिन प्रभु यीशु मसीह के साथ उनके साथ जिसकी मृत्यु हुई, परमेश्वर ने उसको तय किया कि वो उनके साथ परदीसा में होगा. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 23 അധ്യായത്തിന്റെ 40 മുതൽ 43 വരെ ഒന്ന് വായിക്കാം. और अगर और विस्तार से देखना है तो लूका के लिए लिखी गई पुस्तक में 23 उसके 40 में हम देख सकते हैं. മറ്റവനോ അവനെ ശാസിച്ചു,
സമശിക്ഷാവിധി തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നും നീ എന്നോടുകൂടെ പരദേശിയിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. इस पर दूसरे ने उसे डांट कर कहा, क्या तू परमेश्वर से भी नहीं डरता? तू भी तो वही दंड पा रहा है और हम तो न्याय अनुसार दंड पा रहे हैं, क्योंकि हम अपने कामों को ठीक फल पा रहे हैं, पर इसने ना कोई अनुचित काम नहीं किया। तब उसने कहा, हे यीशु, जब तू अपने राज्य में आए तो मेरी सूदी लेना। उसने उससे कहा, मैं तुझसे सच कहता हूँ कि आज ही तू मेरे साथ स्वर्ग लोक में होगा। Praise the Lord. ഇത് വായിച്ച് കേട്ടല്ലോ. ആ കള്ളന്മാരിൽ ഒരുത്തൻ മറ്റവനെ ശാസിക്കുകയാണ്, നാമോ പാപം ചെയ്തവരാണ്, സമശിക്ഷാവിധിയിലായിട്ടും നിനക്കത് ഓർമ്മയില്ലയോ എന്ന് തന്റെ കുറവുകളെ അവൻ അവിടെ ഏറ്റുപള്ളി പറയുകയാണ്. और यहाँ पे हम देख सकते हैं उसमें से एक डाकू जो था वो दूसरे को डांट कर कहता है कि क्या तू नहीं जानता कि हमने इस व्यक्ति ने कुछ भी गलत काम नहीं किया, लेकिन हमने अपने पाप अनुसार हम दंड पा रहे हैं। उसने वहां पे उस बात को अंगीकार किया। രണ്ടാമത് കർത്താവിനെ ഉയർത്തുന്നു, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല, കർത്താവിനെ മഹത്വീകരിക്കുകയാണത്. और दूसरे शब्दों में वो दूसरे भाग में वो परमेश्वर को, प्रभु यीशु मसीह को बड़ा की प्रशंसा कर रहा है कि इसने कोई गलती नहीं की। മൂന്നാമതായിട്ട് സ്നാനമാകുന്ന മരണം കർത്താവിനോട് ചേർന്ന് അനുഭവിക്കുകയാണ്. और तीसरे में वो हम देख सकते हैं परमेश्वर की उस मृत्यु को अपने साथ वो उस बात को अनुभव करता है। ഈ ലോകയാത്രയിൽ നമുക്ക് തന്നിരിക്കുന്ന കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, അവനെ മഹത്വപ്പെടുത്ത, അവനെ സാക്ഷീകരിക്കണം, അവന്റെ കൽപ്പനയാകുന്ന മുഴുകൽ സ്നാനം ജലത്തിൽ പ്രാപിക്കണം. इതാണ് നമുക്ക് തന്ന കൽപ്പന. और जो हमें आज्ञा मिली है वो परमेश्वर मसीह में हमें जीना है, वो उसके आज्ञा अनुसार हमें पानी का बपतिस्मा लेना है और उसके उस आज्ञा के अनुसार हमें उस आगे के जीवन को व्यतीत करना है। അക്ഷരീയമായി അന്ന് കള്ളൻ കർത്താവിനോട് ചേർന്ന് ഇത് സംഭവിച്ചു. അവൻ ആദ്യമായിട്ട് കർത്താവിന്റെ സന്നിധി പരദീസയിൽ എടുക്കപ്പെട്ടു. और शब्दों के अनुसार जो हम देखते हैं पवित्र शास्त्र में उसी दिन उसने उस बात को अंगीकार किया और प्रभु यीशु मसीह के साथ वो परदीसा में गया। ഇത് കേൾക്കുമ്പം ചില ആൾക്കാരുടെ മനസ്സിലെങ്കിലും തോന്നും, എന്നാ കള്ളനെ പോലെ അവസാന സമയത്ത് നമുക്ക് രക്ഷിക്കപ്പെട്ടാൽ മതിയല്ലോ, സ്ഥാനപ്പെട്ടാൽ മതിയല്ലോ എന്ന്. और फिर हमें से कई लोगों को ऐसा विचार आएगा, फिर उस जो डाकू के समान हम भी तो आखिरी समय में परमेश्वर को अंगीकार करके स्वर्ग लोक में जा सकते हैं। അവിടാണ് കള്ളന് നമ്മളുമായിട്ടുള്ള വ്യത്യാസം കാണുന്നത്. और वहां पे उस चोर और हमारे बीच के उस अंतर को हम देख सकते हैं। അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സുവിശേഷം കേട്ടതാണ്, സുവിശേഷത്തെ കണ്ടതാണ്, അവൻ അന്ന് തന്നെ അത് അംഗീകരിച്ചു. और उसने उसी दिन पहली बार उस सुसमाचार को सुना और उसको सुनते से उसने वहां पे उसको माना, स्वीकार किया। 5 10 100 1000 പ്രാവശ്യം കേട്ടാലും മാനസാന്തരപ്പെടാതെ കൽപ്പന അനുസരിക്കാതെ ഈ മരുപ്രയാണ യാത്രയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. और हम हैं कि 5 10 और हजारों उस सुसमाचार को सुनने के बाद उसी पाप भरे जीवन में अपने जीवन को व्यतीत करते जा रहे हैं। ആദ്യമായിട്ട് കേട്ട് രക്ഷ പ്രാപിച്ച് കൽപ്പനയനുസരിച്ച് ദൈവത്തോട് കൂടെ പരദീസയിൽ എടുക്കപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആ ഭാഗ്യമുണ്ടാകട്ടെ. ഈ മരുപ്രയാണ യാത്ര അതിന് കാരണമായി തീരട്ടെ. और हम में से हर एक लोग उस परमेश्वर के वचन को सुनकर अपने आप को अपनी गलतियों को मानते हुए अंगीकार करके परमेश्वर के उस यात्रा में, परमेश्वर के साथ उस यात्रा में हम सब एक साथ चलने वाले हो सकें। കേൾക്കപ്പെട്ട വചനം എന്താണ് മരണം, ആരാണ് മരിച്ചത്, എവിടാണ് നമ്മൾ പോകേണ്ടത്, എന്താണ് നമ്മുടെ ലോകത്തിലെ ജീവിതം, ഇതൊക്കെയും ചെറിയ തോതിൽ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. और कुछ ही समय में हम इस बात को समझ सके कि क्या है मृत्यु, कैसा होना चाहिए जीवन, और उसके बाद हम किस अवस्था में जाते और कैसे किन किन अवस्थाओं से होकर गुजरते हैं। इन बातों को हमें थोड़े समय समझने का मौका मिला। അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന ആയുസ് ഈ രണ്ടാം ലോകത്തിൽ, ഈ ഭൗമ ലോകത്തിൽ കർത്താവിനോട് ചേർന്ന് ഓരോ നിമിഷവും ഓടുവാൻ കരുണയുള്ള കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ബലം നൽകട്ടെ. അതിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. और हम प्रार्थना करते हैं कि जो दूसरा जीवन, जो इस संसार में रहते हुए इस भौतिक भूमि का जीवन जो हमें मिला हुआ है, उसमें परमेश्वर के साथ लगे रहने के लिए और उसके साथ बने रहने के लिए परमेश्वर हमारी सहायता करने पाए, पवित्र आत्मा हमें सहायता करने पाए। സ്വതന്ത്രം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു, നാം ഓരോരുത്തരും ഈ ലോകയാത്രയിൽ നമ്മൾ തന്നെത്താനാണ്, നമ്മൾ സ്വന്തം വ്യക്തിത്വമാണ് ഈ മൂന്നാമത്തെ ആത്മീയ ലോകത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒരുക്കം പ്രാപിക്കേണ്ടത്.
और इसलिए फिर से एक और बार मैं कहना चाहता हूँ, इस संसार में रहते हुए हम अपने आप में स्वयं अकेले ही हैं जिन्हें इस बात को मानते हुए उस स्वर्ग की यात्रा में हमें यात्रा जाना है। അതുകൊണ്ട് എന്ത് വന്നാലും കൊറോണയൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ധൈര്യത്തോടുകൂടി ദൈവസന്നിധിയിൽ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ഈ ലോകയാത്ര ഓടുവാൻ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും കർത്താവ് ഹല്ലേലൂയ, കർത്താവും സഹായിച്ചു, ദൈവസഭയും ദൈവദാസൻ സഹായിച്ചു. ഹല്ലേലൂയ, ഇന്നത്തെ വചനം ഹല്ലേലൂയ തിരുവചനത്തെ കുറിച്ച് സംസാരിപ്പാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്ത് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ഇരുന്നുകൊള്ളുന്നു. इसलिए ये कोरोना या फिर इस प्रकार की महामारी जो वो हमारी मृत्यु का कारण नहीं, लेकिन परमेश्वर के साथ बने रहते हुए अपने जीवन की यात्रा में विश्वास योग्यता के साथ चलते रहने के लिए परमेश्वर हमारी सहायता करने पाए। इन बातों को बोल के मैं अपनी बात समाप्त करूंगा। Praise the Lord.